സർവശക്തനായ ദൈവം ഇങ്ങനെയൊരവസരം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ദൈവകൃപയോർത്ത് ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിത്യദൈവ ശ്രമിക്കുന്ന പ്രിയ സന്തോഷ് പാസ്റ്റർ ഫാമിലി, പ്രത്യേകിച്ച് പ്രിയ ശോഭ സിസ്റ്റർ കുടുംബം, സ്വതന്ത്രം എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ എന്നെ സ്നേഹിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ചെയ്ത ഒരു കർത്തൃദാസനായിരുന്നു അത്. സ്തോത്രം. തൻ്റെ ആ സഹോദര കുടുംബത്തോടൊക്കെ നല്ലൊരു ആത്മീയ ബന്ധം എനിക്കുണ്ട്. പ്രത്യേകിച്ച് രോഗശൈലിയിൽ കിടക്കുന്ന പ്രിയ മാതാവ്, അതുപോലെ തന്നെ തൻ്റെ സഹോദരി ബീന, സ്തോത്രം, ശോഭ സിസ്റ്റർ, കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ആശമോള്, അങ്ങനെ ആ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരുമായി നല്ലൊരു ആത്മീയ ബന്ധം കൃപയാൽ പുലർത്തുവാൻ ദീർഘവർഷങ്ങളായിട്ട് കർത്താവ് കൃപ ചെയ്തു. കുടുംബമായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഇന്ന് വർഷിപ്പിൽ ലീഡ് ചെയ്ത പ്രിയ സഹോദരി, വലിയ ആത്മാവിൻ്റെ പകർച്ച നമുക്കിവിടെ, അത് എത്ര പേർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും പറയും, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും, വിശപ്പുള്ളവനെ നന്മകളാൽ നിറയ്ക്കും. ഞാൻ സമ്പന്നനാന്ന് പറഞ്ഞു വന്നിരുന്ന വെറുതെ പോകും. സ്തോത്രം. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പറഞ്ഞ, ആത്മാവിൽ ദാരിദ്ര്യം എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ആ എലീശയെ കണ്ടായിരുന്നോ? സ്തോത്രം. ബേതേലിൽ വെച്ച്, ഗിൽഗാലിൽ വെച്ച്, എരിഹോവിൽ വെച്ചൊക്കെ ഏലിയ പറഞ്ഞു, കുഞ്ഞ് ഇവിടെ നിൽക്കേ, ഇവിടെ നിൽക്കേ, ഇവിടെ ഇല്ല, നിന്നാണ്, നിന്റെ ജീവനാണ് ഞാൻ നിന്നെ ഇവിടത്തെ. കൂടെ നടന്ന പ്രവാചക ശിഷ്യന്മാരുണ്ട്, അന്നത്തെ ബൈബിൾ കോളേജ് അതാ. അവർ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പുറകെ നടക്കുന്നത്? നിങ്ങൾ മിണ്ടാതിരിക്കുക. ഈ പ്രാപിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, സ്തോത്രം, അല്ലല്ലേ, കർത്താവിൻ്റെ ദാസ്യ ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ എന്നിവിടെ വന്നപ്പോൾ മുതലേ പ്രിയ ആൻറ്റി എന്നോട് പറയുന്നു, സ്തോത്രം, അകത്ത് കയറിയിരിക്കാൻ. ഞാൻ പറഞ്ഞു, എല്ലാവരും വരട്ടെ, പത്തനംതിട്ടക്കാരൊക്കെ വരട്ടെ. എന്നോട് 10 മണിക്ക് ഇവിടെ വരാൻ പറഞ്ഞു വരാം. സ്തോത്രം. അല്ലെങ്കിൽ എനിക്കറിയാം യാത്രയുടെ ക്ലേശം. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ എത്തി. സ്തോത്രം. ഹല്ലേലൂയ. പോട്ടെ, കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. അവിടെ ഫ്ലൈറ്റില്ല, അവിടെ ബ്ലോക്കില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസിമാർ, പ്രിയ സഹോദരി, കർത്താവ് പത്തനംതിട്ട സെൻറ്ററിൻ്റെ ലീഡറായി പ്രവർത്തിക്കുന്ന 17 വർഷം മുമ്പ് സ്തോത്ര സഭയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഇവിടെ ആയിരിക്കുന്ന പ്രിയ സഹോദരിമാർ, കടന്നു വന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, അതുപോലെ തന്നെ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരൻ, എന്നെ നന്നായി പരിചയമുള്ള ഈ ട്രിവാൻഡ്രത്തുള്ള ഒത്തിരി പേരുണ്ട്. ഞാൻ ഒരുപാട് കൺവെൻഷൻ ഈ ദേശത്ത് പ്രസംഗിക്കുന്ന ഒരാളാണ്. സ്തോത്രം. ഞാൻ സിംഗപ്പൂരിലേക്ക് പോകുന്നെന്ന് ഇവിടെ ഒരു കൺവെൻഷന് പ്രസംഗിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. തിരിച്ചു വന്നപ്പോഴും സ്തോത്രം, ഇനിയും നിരന്തരമായിട്ട് അവിടെ ചെന്നപ്പോഴും അല്പം റെസ്റ്റ് എടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ലൈവ് ചെയ്യുന്ന റെഡി മീഡിയ, സ്തോത്രം, നിരവധി സന്ദർഭങ്ങളിൽ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആത്മീയ കൂട്ടായ്മയ്ക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കി. സ്തോത്ര ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. കരമുയർത്തിയ ദൈവത്തെ സ്തുതിച്ചാട്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ആദ്യം വിശ്വസിക്കുന്നത് എന്താ? പറഞ്ഞേ, സഹോദരിമാർ ഘനശാലികളായിരിക്കണമെന്നാണ് കേട്ട്. സ്തോത്രം. ഞാൻ സിംഗപ്പൂരിലായിരുന്നു. അവിടെ സ്തോത്രം, നമ്മുടെ ഷാജി പോൾ പോസ്റ്റ് ഇപ്പോൾ അവിടെയുണ്ട്. സ്തോത്രം. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ, ധൈര്യശാലികളായിരിക്കണം, പുരുഷത്വം കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. പുരുഷത്വം കാണിക്കണം. കൊരിന്ത്യ സഭയോട് പറഞ്ഞത്, സ്തോത്രം, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പറഞ്ഞേ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചെയ്തോണം. പുരുഷത്വം കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധൈര്യശാലികളായിരിക്കണം. ഇത് നാം കേട്ടു, ഘനശാലികളായിരിക്കണം. വിശ്വാസത്തെ മുറുകെ പിടിച്ചോണം. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ പറഞ്ഞാട്ട് ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം. ഇത് അമ്മമാരാകുന്ന നമ്മൾ ചെയ്താൽ നമ്മുടെ തലമുറകൾ ദൈവരാജ്യത്തിന് മഹത്വമായി മാറും. അവർ ക്രിസ്തുവിന്റെ മഹത്വം വഹിക്കുന്നവരായി മാറും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1-2 വേദഭാഗങ്ങൾ വായിക്കാം. വായിച്ചതെന്ന് സഹായിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാമത് അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചാട്ട്. സോറി, 6-ാം വാക്യം വായിച്ചാട്ട്. 11-ന്റെ 6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ. ആദ്യം വായിച്ചത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ. അപ്പൊ നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ.
നമ്മുടെ ആരാധനയിൽ സ്തോത്രം ആര് പ്രസാദിക്കണം? ദൈവം പ്രസാദിക്കണം. ദൈവപ്രസാദമുള്ള ഒരു ആരാധന. അപ്പോൾ ആ ആരാധിക്കാൻ വന്നവർക്ക് എന്തോ വേണ്ടിയത്? വിശ്വാസം കൂടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? പറഞ്ഞാട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കും. അടുത്ത വാക്യം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം കൂടെ വായിച്ചാൽ 3:14. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിശ്വാസം എങ്ങനെയായിരിക്കണം? ആദ്യത്തെ വിശ്വാസം, സ്തോത്രം, ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചാലേ ക്രിസ്തുവിൽ നമുക്ക് പങ്കാളികളായി മാറാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇന്നലത്തെ മഴയിൽ പെട്ടെന്നുണ്ടായ ഒരു കൂണ് പോലെ വന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ ചീഞ്ഞഴുകി നാറുന്നത് പോലെ അല്ല. ഞങ്ങൾ ഒരു കൂട്ടം അപ്പച്ചന്മാരുടെ കാൽക്കലിരുന്നാ പഠിച്ചത്. സ്തോത്രം. കേരളക്കരയിൽ കർത്തൃശുശ്രൂഷയെ ശക്തമായി ശോഭിച്ചു നിന്ന, വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ചില പിതാക്കന്മാരുടെ കാൽക്കലിരുന്ന പഠിച്ചത്. ഇന്നത്തെ പ്രസംഗമൊന്നുമല്ല ഈ നിലവാരത്തിൽ എത്തിച്ചത്. ഹല്ലേലൂയ. 1/4 നൂറ്റാണ്ട് കഴിഞ്ഞ് ഈ പുസ്തകം ചുമക്കാൻ തുടങ്ങിയിട്ട് ഒരു കാര്യം ഉറപ്പ് തരാം, അന്നത്തെ ശക്തിയുടെ ഇരട്ടിയല്ലാതെ കുറഞ്ഞിട്ടില്ല. അന്നത്തെ വിശ്വാസത്തിന് ഓരോ ദിവസം വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനുകൂല സാഹചര്യത്തിലും അനുകൂലമായ അവസ്ഥയിലുമല്ല വിശ്വസിച്ചതും ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് അറിയാം. അങ്ങോട്ട് വന്നവർക്ക് സ്വത്രം തീയുടെ നടുവിലാണ് നിർത്തിയത്. സ്വത്രം. ഞങ്ങളൊക്കെ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ലോകം ഞങ്ങളെ അറിഞ്ഞു. വെള്ളയിട്ട് ഇന്നലെ ഇങ്ങോട്ട് വന്നു, ഇപ്പൊ തന്നെ അവർ അമേരിക്കയിൽ പോന്നു, സിംഗപ്പൂരിൽ പോന്നു, ലണ്ടനിൽ പോന്നു, ഇങ്ങനെ ഓടി നടക്കുന്നു. സ്തോത്രം. പക്ഷേ ആരും അറിയാത്തൊരു വലിയ ബ്രാക്കറ്റ് പീരീഡ് ജീവിതത്തിൽ കൊടുത്ത വില ചെറുതൊന്നുമല്ല. സ്തോത്രം. മരണത്തിന്റെ മുമ്പിലും റെയിൽവേ സ്റ്റേഷൻ ബെഞ്ചിൽ പോയി കിടന്നാലും അല്ലെ അറിഞ്ഞ സത്യത്തിൽ നിന്ന് അകലം വിട്ട് പോകത്തില്ലെന്നെടുത്ത തീരുമാനം അണുവിട മാറത്തില്ലെന്നുള്ള. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെ സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ദൈവശക്തി, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ അകത്തു വന്നാൽ നമ്മൾ ആളുമാറും കേട്ടോ. അല്ലേലും ചില വിഷയത്തിന് നിനക്ക് ധൈര്യമില്ലെങ്കിൽ യാബോക്ക് കടവിൽ നിന്ന് യാക്കോബിനോട് ചോദിര്, അല്ലേലും അവന് ജ്യേഷ്ഠന്റെ മുമ്പിൽ നിൽക്കാൻ വയ്യ. സ്തോത്രം. പക്ഷെ അവൻ ഒരു കാര്യം ഉറപ്പാ, തമ്പുരാന്റെ പാദപീഠത്തിൽ തനിക്കുള്ള ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് യുക്തി കൊണ്ടും ഒക്കെ നേടിയത് എല്ലാം അക്കരെ കടത്തിയ ശേഷം യാബോക്ക് കടന്ന ഒറ്റ പ്രാർത്ഥന, അല്ല ദൂതനുമായി പോരാടിയെന്ന് അവിടെ പറയുമ്പോൾ ഹോശേയ പ്രവചനം 12 പറയുന്നു, കണ്ണുനീരോടവൻ പ്രാപിച്ചെടുത്തു. എന്താ പ്രവചനം? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് യുക്തി കൊണ്ട് നേടിയത് നിലനിൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, എനിക്ക് നിൽക്കണമെങ്കിൽ, നിൽക്കാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ ചിലതിന്റെ മുമ്പിൽ നിൽക്കാൻ നിനക്ക് ധൈര്യം തരുന്നത്, നിനക്ക് പവർ തരുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. അതിനെ കുറിച്ച് പറയുന്നത് സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ശക്തിയാ. സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്നത് ദൈവശക്തി. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി, കല്ലറകളെ തുറന്ന ശക്തി, സ്തോത്രം, കാരാഗ്രഹത്തെ തുറന്ന ശക്തി, സിംഹത്തിന്റെ വായ അടച്ച ശക്തി, തീയുടെ ബലത്തെ കെടുത്തിയ ശക്തി, അല്ലെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ശക്തി. ഈ ശക്തി നമ്മുടെ അകത്തെ മനുഷ്യരിലേക്ക് വ്യാപരിക്കുമ്പോൾ ഓ ഹല്ലേലൂയ, ശിവരബ ശംഭവന ഘടകസ് അധുരാജകൽ ഖവന ഘടക ശംധര ഘടകസ് റൈഖമ ശംധരെ വൈഡഭ്രവനഗസി ജീവലക ശംധര റൈഖമനഗസി. സ്തോത്രം.
ഒരു പിടി മാവിനകത്തോട്ട് ഈ ശക്തി വ്യാപരിച്ചപ്പോൾ ക്ഷാമകാലത്തിന് മുഴുവൻ അറുതി വന്നു. ഒരു വടിക്കകത്തോട്ട് സ്തോത്രം, വടി കൊണ്ട് നീട്ടാൻ പറഞ്ഞു. ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കഴുതിയുടെ പച്ച താടിയലിനകത്തോട് ഈ ശക്തി വ്യാപിച്ച കുന്ന് രണ്ടും ശത്രു പരാജയപ്പെട്ടു. കാലാമത്തിലും കൈകൾ ചങ്ങലകളെ ബന്ധിച്ച് അഭിഷിക്തന്മാരുടെ മേൽ ഈ ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ തകർന്നു. ഇന്ന് പകൽ വിളിച്ചു പറയാം, ബലഹീനരെന്ന് പറയുമ്പോൾ നിന്റെ ശരീരത്തിലേക്ക് ഈ ശക്തി ഇറങ്ങി വന്ന ഹല്ലേലൂയ, നിന്നെ ബന്ധിച്ചു വെച്ച ചില ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഓ ഹല്ലേലൂയ. പത്രോസിനെ ബന്ധിച്ചവൻ പറഞ്ഞതാ, പത്രോസിനെ കെട്ടിയവൻ പറഞ്ഞു, ഈ കെട്ടഴിക്കാൻ ആർക്കും കഴിയത്തില്ല, ഈ കെട്ടഴിക്കാൻ ആർക്കും കഴിയത്തില്ല. അല്ലെ തലേ രാത്രി കെട്ടിയവൻ പറഞ്ഞത്, ഇതിനെ അഴിക്കാൻ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ, യാക്കോബിന്റെ സഹോദരൻ, അതെ അല്ലെ യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് ഹല്ലേലൂയ യഹൂദന്മാർക്ക് പ്രസാദമായപ്പോൾ തനി ആവർത്തനം അവർ അഭിഷേകമുള്ളവനെ പിടിച്ചു. ബന്ധിച്ചിട്ടവൻ പറഞ്ഞത്, ഈ കെട്ടിനി അഴിക്കാൻ ആർക്കും പറ്റത്തില്ല. കെട്ടിയവർ പലരും അങ്ങനെ പറഞ്ഞു, കെട്ടഴിക്കാൻ പറ്റത്തില്ല. ദൂതൻ തൊട്ടപ്പോൾ കെട്ടഴിഞ്ഞു പോയി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിൽ ബലപ്പെടട്ടെ. ആദ്യ വിശ്വാസത്തെ അവസാനം വരെ എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ, മുറുകെ പിടിക്കണം. സ്തോത്രം. തിമോഥെയോസിന്റെ പുസ്തകം 1:4 പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നിർവ്യാജ വിശ്വാസം, എന്തോ വിശ്വാസം? വ്യാജമില്ലാത്ത വിശ്വാസം. ഇതാദ്യം നിന്റെ വലിയമ്മ പറഞ്ഞാട്ടെ, വലിയമ്മ എന്ന് പറയുന്നല്ലോ, പറഞ്ഞ പേര് പറയുന്നത്, ലോബീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ വലിയമ്മയിൽ നിന്ന് അമ്മയിലേക്കും അമ്മയിൽ നിന്ന് കൊച്ചുമകനിലേക്കും വ്യാപരിച്ച വിശ്വാസം സാധാരണ വിശ്വാസമല്ല, നിർവ്യാജ വിശ്വാസം, വ്യാജമില്ലാത്ത വിശ്വാസം. ഈ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഇത് നിന്റെ തലമുറകളിലേക്ക് അല്ലേ. അല്പം മുമ്പ് ദൈവദാസി പറഞ്ഞു, ചില വെറും പാത്രങ്ങളെ വാങ്ങിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. സാധാരണക്കാരിയായ ആ സഹോദരി, ഒരു വിധവയായ സഹോദരി തന്റെ തലമുറയോട് പറഞ്ഞു, ചുറ്റുപാത്രത്തിൽ നിന്ന് വെറും പാത്രങ്ങളെ വാങ്ങിക്കാൻ. വെറും പാത്രങ്ങളെ വാങ്ങിയ തലമുറയാം. അമ്മയുടെ മുന്നിലോട്ട് കൊണ്ടുവച്ച തലമുറകൾ അവിടെ എഴുതിയിട്ടുണ്ട്. മകൻ പറയുന്ന, അമ്മേ പാത്രം തീർന്നു പോയെന്ന്. അല്ലെങ്കിൽ വാങ്ങിച്ച പാത്രത്തെ മുഴുവൻ നിറച്ചു കൊടുത്തെന്ന്. സ്തോത്രം, വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മുടെ തമ്പുരാന്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ഇത് നമ്മളോട് മാത്രമല്ല, നമ്മുടെ തലമുറകളോടും. സ്തോത്രം. ഞാനിതൊക്കെ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ എബ്രായ ലേഖനം സ്തോത്രം 7-ാം അധ്യായത്തിലാണ്. സ്തോത്രം 9-ാം വാക്യത്തിലുണ്ട്, ദശാംശം വാങ്ങുന്ന ലേവി അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസേദെക്കെതിരപ്പോൾ ലേവി അവന്റെ, നോക്കിക്കേ, ശ്രദ്ധിച്ചേ, ലേവി കൊടുത്തെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവന്റെ, പറഞ്ഞാട്ടെ, കടിപ്രദേശത്തുണ്ട്. കൊച്ചുമോന്റെ മോനാ ലേവി. വല്യപ്പൻ പക്ഷെ ലേവി കൊടുത്തതായിട്ട് സ്വർഗം കണക്ക് കിട്ടും. വല്യപ്പച്ചൻ കൊടുത്തത് കൊച്ചു തലമുറയ്ക്ക് വേണ്ടി സർവശക്തൻ കണക്കിട്ടെന്ന്. സ്തോത്രം. കുറേനക്കാരനായ ശീമോൻ, സ്തോത്രം, ഹല്ലേലൂയ, അന്നത്തേക്കുള്ള അന്നത്തിനു വേണ്ടി പണി ചെയ്യാൻ വയലിൽ പോയത്. വേല കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിയെ നമുക്ക് കണ്ടാലറിയാം. നോക്കണമേ, സ്തോത്രം. പീലാത്തോസിന്റെ ഗബദ കൽത്തളം മുതൽ കാൽവറി വരെ ഭാരമേറിയ മരക്കുരിശുമായി വീണുമെഴുന്നേറ്റും ആപാദചൂടൻ രക്തത്തെ കുളിച്ച് എൻ്റെ യേശു ഭാരമേറിയ മരക്കുരിശുമായി പോകുമ്പോൾ ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും തിരിച്ചറിയാതെ 2 ആൺകുഞ്ഞുങ്ങളും ഭാര്യയുമുണ്ട്. അന്നത്തേക്കുള്ള അന്നത്തിനു വേണ്ടി അവൻ പോയതാ. കുറേനക്കാരനായ ശീമോൻ, ആഫ്രിക്കക്കാരനാ, കറുത്ത മനുഷ്യനാ. അവൻ വേല ചെയ്ത് വയലിൽ നിന്ന് കയറി വരുമ്പോൾ ഇതാ നിർബന്ധത്താൽ പടയാളികൾ നിർബന്ധിക്കുക, റോമൻ ഭരണകൂടം നിർബന്ധിക്കുക. എന്താ നിർബന്ധം? സ്തോത്രം. ഈ ക്രൂശ് നീ ചുമക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ക്രൂശ് അതൊന്നും പോലും അവൻ അറിയത്തില്ല. കയറി ആ തടിയലങ്ങ് പിടിച്ചു. സ്തോത്രം. കൽപ്പന പുറപ്പെടുവിച്ചു എൻ്റെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, തടിയെ പിടിച്ചു. പക്ഷേ അവൻ്റെ സന്തതികളുടെ തലമുറകളുടെ കയ്യെ തമ്പുരാൻ പിടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആ ക്രൂശ് ചുമന്നവന്റെ തലമുറയുടെ കയ്യെ തമ്പുരാൻ പിടിച്ചു. അങ്ങനെയൊക്കെ വിശ്വസിക്കെ ഈ പുസ്തകം ചുമന്ന് ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ലെന്നാ പറഞ്ഞതാ. നിന്റെ തലമുറയുടെ കരത്തെ തമ്പുരാൻ പിടിക്കുമെന്ന്. നിന്റെ തലമുറ ആരും
വശീകരിച്ചു കൊണ്ട് പോകത്തില്ല. നിന്റെ തലമുറ തകരാൻ അനുവദിക്കത്തില്ല. ഈ പുസ്തകം നീ വാസ്തവമായി വിശ്വസ്തയോടെ ചുമന്നെങ്കിൽ നിന്റെ തലമുറയുടെ കരത്തെ തമ്പുരാൻ പിടിക്കുമെന്ന്. കൽപ്പന പുറപ്പെടുവിച്ച കസേരയെ കൊണ്ടിരുത്തി. സ്തോത്രം. അലക്സാണ്ടറും റൂഫസും ക്രിസ്തുവിൽ പ്രസിദ്ധരായി മാറിയെങ്കിൽ ഈ പുസ്തകം ചുമക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ പ്രവചനം 44 അവസാനവും 45 ആദ്യം എടുക്കണ്ട. അവിടെ എഴുതിയത് കോരശന്റെ എന്റെ ഇടയൻ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നുണ്ട്. കോരശന്റെ അവൻ എന്റെ ഹിതമൊക്കെയും. ഓ സ്തോത്രം. 45 അധ്യായത്തിലേക്ക് വരുമ്പോ ഞാൻ അവന്റെ വലങ്കൈ, ജാതിക രാജാവാ, അവന്റെ വലങ്കൈയെ കയറി പിടിച്ചു. എന്നിട്ട് പറയാം, വാതിലുകൾ അവന്റെ മുമ്പിൽ അടയാതിരിക്കേണ്ടതിനും കതകുകൾ അവന്റെ മുമ്പിൽ തുറന്നിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുകയാണ്. നിന്റെ മുമ്പിൽ ഒരു വാതിലും അടയത്തില്ലെന്ന്. ജാതീയ രാജാവായ കോരശ അവൻ എൻ്റെ ഇടയൻ അഭിഷിക്തൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാലത്ത് ഞാനിത് വായിച്ചു പോർന്നു. തമ്പുരാനെ, ജാതീയ രാജാവിനെ കുറിച്ച് തമ്പുരാൻ ഇത്ര കാര്യമായിട്ട് പിന്നീട് ചരിത്രം പഠിച്ചപ്പോൾ മനസ്സിലായി ഇവന്റെ വല്യമ്മച്ചി ആരാന്നറിയാമോ? യഹൂദാജനത്തിനെതിരെ രേഖ എഴുതിയപ്പോ മധ്യസ്ഥയാണ് എസ്തേർ, അഹശ്വേരോശിന്റെ കൊച്ചുമകനായത്. ഹല്ലേലൂയ. എസ്തേറിന്റെ കൊച്ചുമകനായത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്ക, ഒരു കൂട്ടം ജനത്തിനെ മുടിച്ചു കളയുമെന്ന് പറഞ്ഞ് ഹാമാന്യ അഹശ്വേരോശ ശക്തികൾ വെല്ലുവിളിച്ചപ്പോൾ ആദാർ മാസമാകുന്ന 12-ാം മാസം 13-ാം തീയതി തന്നെ ഈ ജനത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് വാദിച്ചവന്റെ മധ്യത്തിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും ചിലത് കഴിയുമെന്ന് ഒരു വല്യമ്മച്ച് തെളിയിച്ചെങ്കിൽ ഇന്ന് പകൽ നീ കൊടുക്കുന്ന വില, ഹല്ലേലൂയ, നീ ഹല്ലേലൂയ അർപ്പിക്കുന്ന സ്തോത്രം, നീ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കുന്നത്. വിശ്വസിച്ചോ? വിശ്വസിക്കേ. ആദാർ മാസമാകുന്ന 12-ാം മാസം 13-ാം തീയതി തന്നെ ഒടിച്ചു കളയുമെന്ന് രേഖ എഴുതി. സ്തോത്രം. മുദ്രാമോദരമൂരി ശത്രുവിന്റെ കൈ കൊടുത്തു രാജാവ്. സ്തോത്രം. അഞ്ചൽക്കാർ സഹിതം ഇത് ദേശത്ത് പ്രസിദ്ധം ചെയ്തു. സ്തോത്രം. സ്തോത്രം. എസ്തേർ ഉപവസിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. സ്തോത്രം. ബാല്യക്കാരത്തികളോട് പറഞ്ഞു, നിങ്ങൾ രാജാവിൻ്റെ മനസ്സുണർത്താൻ പ്രാർത്ഥിക്കണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങോട്ട് പോവാം. ഞാൻ നശിച്ചാലും. ധൈര്യം കണ്ടോ? അനുവാദം കൂടാതെ പ്രാകാരത്തിൽ ആർക്കും വരരുതെന്ന കൽപ്പനയിരിക്കെ ഉപവസിച്ചവൾക്ക് ഒരു ഉറപ്പുണ്ട്. സ്തോത്രം. ഞാൻ വിഷയം വെച്ചത് തമ്പുരാന്റെ സന്നിധിയിലാണ്. വിഷയം വെച്ചത് തമ്പുരാന്റെ സന്നിധിയിലാണെങ്കിൽ, വിഷയം വെച്ചത് ദൈവസന്നിധിയിലാണെങ്കിൽ, വിഷയം വെച്ചത് ദൈവസന്നിധിയിലാണെങ്കിൽ മറുപടിയുമായിട്ട് ഇന്ന് പകൽ ഇവിടുന്ന് പോകത്തുള്ളൂ. വിശ്വസിക്കേ. വിശ്വസിക്കേ. നമ്മുടെ ഫെയ്ത്തിനെ ഡിക്ലെയർ ചെയ്യണം. വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ. വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ യേശുവിൻ നാമത്തിൽ സംഭവിക്കുമെന്ന്. Raithala jibana shagada gadagana khaturi jiva ragashara rosho nidhi keleria si nikaria shamthane raithala rabe shamthuri jiva laga samtho rokhomana si alaga shamthere galkhana raithe nike shikhana vasi rokhoma samthuri jiva laga shamthere ka oh raishi nidhi di ke oh rai
Shekababasi, ti rikaba, tu rashakanasi. Shurikababa, sikalaraba, huraba siana rike nika, neisharokiana selekeriasi, raithalara shampene rikasi. Yes, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഞങ്ങൾ കൽപ്പിക്കുന്നു, സംഭവിക്കട്ടെ. അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ച കിണർ ഫെലിസ്ത്യരതിനെ മണ്ണിട്ട് മൂടി. പരിശുദ്ധാത്മാവിനോട് പെട്ടെന്ന് ആ ഉള്ളത്തിൽ ആ വചനം തരും. സ്തോത്രം. അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതാ. ദൈവാത്മാവ് ആ വചനം എൻ്റെ ഉള്ളിലേക്ക് തരുന്നു. ഫെലിസ്ത്യരതിനെ മൂടിക്കളഞ്ഞു. ഉറവകളെ മൂടി, നന്മകളെ മൂടി, ഒഴുക്കിനെ മൂടി, ഒഴുകി വരാൻ കഴിയാതെ ഉറവകളെ അടച്ചു വെച്ചു ശത്രു. നീ അനുഭവിക്കരുത്, നിന്റെ ദാഹം തീരരുതെന്ന് പറഞ്ഞ് ഉറവകളെ അടച്ചു വെച്ചിരിക്കുന്നു. ഉറവകളെ അടച്ചെന്ന വാഗ്ദത്തമുള്ളവൻ ഇറങ്ങി, വാഗ്ദത്തമുള്ളവൻ ഇറങ്ങി. വാഗ്ദത്തമുള്ളവൻ ഇറങ്ങി. ഏത് വലിയ ശത്രു അടച്ചതാണെങ്കിലും വാഗ്ദത്തമുള്ളവൻ അത് തുറക്കാൻ കഴിയും. Yes. ഒരു ഉറവ തുറന്നപ്പോൾ അവകാശം പറഞ്ഞുകൊണ്ട് അവിടെ വന്നു. ഇത് ഞങ്ങളുടെ അടുത്തടത്തോട്ട് കുഴിക്കുക. അവിടെയും വന്നു. പക്ഷേ നിരാശപ്പെട്ട് പുറകോട്ട് പോയില്ല. വിശ്വാസത്തോടെ വീണ്ടും കുഴിക്കാൻ തുടങ്ങി. സ്തോത്രം. അടയ്ക്കാൻ നോക്കുന്നവന്റെ മുമ്പിൽ, തടയുന്നവന്റെ മുമ്പിൽ വിശ്വാസത്തോടെ വീണ്ടും കുഴിച്ചു. സ്തോത്രം. ഉറവ കണ്ടല്ലാതെ അടങ്ങത്തില്ലെന്ന്, വിടുതൽ ലഭിച്ചല്ലാതെ അടങ്ങത്തില്ലെന്ന്, അനുഗ്രഹിച്ചല്ലാതെ ഇവിടുന്ന് പോകത്തില്ലെന്ന്, അനുഗ്രഹിക്കാതെ നിന്നെ വിടത്തില്ലെന്ന്. ഇതായിരിക്കണം സഹോദരിമാരെ, വിശ്വാസത്തിന് വേണ്ടി വീറോടെ ഇറങ്ങിയവന് ധൈര്യം എന്ന് പറയുന്നത്. നീ ധൈര്യശാലിയായിരിക്കെ. ഓ, നീ പുറത്തു വന്നത് നിന്നെ പുറത്തു കൊണ്ടുവന്നത്. നീ ക്ഷീണിച്ച് പുറകോട്ട് പോകേണ്ടവളല്ല. ധൈര്യപ്പെട്ടോണം, ശക്തിപ്പെട്ടോണം. സ്തോത്രം, സ്തോത്രം. അബ്രഹാമിന്റെ കാലത്ത് അവർ ഉറവയെ അടച്ചു. ഇസഹാക്ക് അതിനെ തുറന്നു. അടുത്ത ജനറേഷൻ തുറക്കേണ്ടി വന്നില്ല, കുഴിക്കേണ്ടി വന്നില്ല. കിണറെ പൊങ്ങിവ. അധികാരത്തോടെ കൽപ്പിക്കുന്ന അടുത്ത തലമുറ പുറത്തു വന്നെങ്കിൽ, ഓ, നിന്റെ ശബ്ദം ശബ്ദം ആ ശബ്ദത്തിങ്കൽ കിണറെ പൊങ്ങിവ. ശഖാണ്ടസെ ഹുറബസിഖല റംഫല ശെഖേനി യഖറിയ ദലഗ സഫരെ ചുഡറബ സന്ധുരി വൈഡമരഗസി. ജീസസ്, ജീസസ്. നമ്മുടെ അകത്തൊരു വാഞ്ചയുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഉണ്ടായ ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അന്ന് പുറകോട്ട് പോയിരുന്നെങ്കിൽ ഭൂമി പോലും കാണില്ലായിരുന്നു. സ്തോത്രം. അത്രത്തോളം തീവ്ര പരിശോധന. ചെറിയ പരീക്ഷയൊന്നുമല്ല എഴുതിയത്. സ്തോത്രം. കൊച്ചു പരീക്ഷയൊക്കെ പട്ടിണിയാണ് വലിയ കാര്യമൊന്നുമല്ല. 69 ദിവസം വരെ കിടന്ന് ശരീരത്ത് വ്രണങ്ങൾ വരുമെന്ന്. സ്തോത്രം. മാറി കൊടുക്കാൻ ഡ്രസ്സില്ലായിരുന്നു. സ്തോത്രം. മറ്റുള്ള സഹോദരിമാർ പഴകിയത് അത് തന്നു. എല്ലാം കിട്ടത്തില്ലല്ലോ, കിട്ടിയത് മാത്രം ഇട്ടു. സുവിശേഷവേല മുടക്കിയില്ല. പട്ടിണി കിടന്നതും ശരീരത്ത് സ്തോത്രം ശോഷിച്ചു പോയതും, സ്തോത്രം, അല്ലല്ലേ തളർന്നു പോയതും, സ്തോത്രം, അല്ലെ ചെരിപ്പിടാഞ്ഞതും കൊട ചൂടി പിടിക്കാഞ്ഞതും വീടില്ലാത്തതൊന്നുമല്ല. അതിനൊക്കെ ഉപരിയായി പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. തീവ്ര പരിശോധനയുടെ നടുവ് ഒരു പാട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ ഒരു യാത്രയിൽ നിന്നെ ഭാരങ്ങൾ ഏറിടുമ്പോൾ അതിനകത്തൊരു വരിയുണ്ട്. രാത്രിയൻ യാമങ്ങളിൽ കണ്ണുകൾ നിറഞ്ഞിടുമ്പോൾ എന്തിന് കരയുന്നെന്ന്. സ്തോത്രം. തീവ്ര പരിശോധനയുടെ നടുവിൽ
ഒരു വാക്കുകൊണ്ട് പോലും ഭൂമിയിൽ മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനും ആശ്വസിപ്പിക്കാനില്ലെങ്കിലും നീ തളരരുത്, നീ തളരരുത്. പരീക്ഷയെ ജയിച്ചവന്റെ അടുക്കലേക്ക് സ്വർഗം തുറന്നു ദൂതനെ വിട്ട്, ഹല്ലേലൂയ, ദൂതൻ ശുശ്രൂഷ ചെയ്തെങ്കിൽ സ്വർഗം കീറി മുറിച്ച് ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. കർമ്മേലിന്റെ മുകളിൽ ഇറങ്ങണമെങ്കിൽ അവിടെ ഇറങ്ങും. ഹല്ലേലൂയ. യേശുവിനെ പരീക്ഷിക്കാൻ സാത്താൻ അടുത്തു വന്നു. പരീക്ഷയെ ജയിച്ചവനെ ശുശ്രൂഷിപ്പാൻ ദൂതൻ ഇറങ്ങി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ജയിച്ചു. എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം സ്തോത്രം സിംഗപ്പൂരിലുള്ള എൻ്റെ സഹോദരിമാരെ അവിടെ 10 ദിവസം 10 ആത്മാക്കളെ നേടാൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. അവർക്ക് ഞാൻ ലിങ്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈനിലുണ്ടായിരിക്കാം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇറങ്ങിച്ചെന്നേ തമ്പുരാൻ വലിയ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്യും. സ്തോത്രം, 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 സ്തോത്രം. ചിലർ ചോദിക്കുന്ന സഹോദരിമാർക്ക് സഹോദരന്മാരോട് പറയാൻ പറ്റുമോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. പറ്റുമോ? അതുകൊണ്ട് മത്തായി സുവിശേഷം 28 അധ്യായത്തില് കല്ലറവാതിൽക്കൽ ചെന്ന സഹോദരിമാരോട് ദൂതൻ പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ ശിഷ്യന്മാരോട് എന്ന് പറ, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന്. തിരിഞ്ഞപ്പോൾ യേശുവിനെ കണ്ടു. യേശു പറഞ്ഞു, സഹോദരന്മാരോട് എന്ന് പറ. സ്തോത്രം. സഹോദരന്മാരോട് പറയാ. സഹോദരിമാര് പറഞ്ഞു വിട്ടാരാ? പറ. യേശുവാ പറഞ്ഞു വിട്ട. സ്തോത്രം. എന്തോ പറയാൻ പറഞ്ഞേ? എന്തോ പറയാൻ? സുവിശേഷം പറയാൻ. ഈ മരുന്ന് കച്ചവടക്കാർക്ക്, ലോട്ടറി കച്ചവടക്കാർക്ക് വാക്സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ബിസിനസ് നടക്കും. പക്ഷെ സുവിശേഷം പറയുകയല്ല, ഇതിന് ശക്തിയുള്ളത് കൊണ്ടാണ്. മാർക്കോസ് 16 പറഞ്ഞു, ഇതൊരു പ്രസംഗമായി മാറും. സ്തോത്രം. അഭിഷേകം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി യെരൂശലേം വാങ്ങിപ്പോകാതെ കാത്തിരുന്നോണം. ശക്തി ലഭിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഏപ്പാടിപ്പോ. സ്തോത്രം. ശക്തിയില്ലെങ്കിൽ ഏപ്പാടും. സ്തോത്രം. ശക്തി വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുത്തം കണ്ടില്ലേ, 3.5 വർഷത്തെ സർട്ടിഫിക്കറ്റ് പോക്കറ്റിൽ വെച്ചോണ്ട് ഇങ്ങനെ പുറകെ ചെല്ലുമ്പോഴാണ് ഒരുത്തി വെച്ച, നീയോ അവൻ്റെ കൂടെ ഉള്ളതല്ലയോ? സ്തോത്രം. അപ്പോഴേ തിരിച്ചിട്ട് അബദ്ധം പറ്റി പെണ്ണിന്റെ മുമ്പിൽ ഒന്ന് പെട്ടല്ലോ. സ്തോത്രം. അവിടുന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ അവളി ചെന്ന് ഈ വേഷഭൂഷാദികളും ഭാഷയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി, കർത്താവിന്റെ കൂടെ നടക്കുന്നവരെ കണ്ടാലറിയും. ഇന്ന് ദൈവമക്കൾ ആരാ, അല്ലാത്തവരാരാന്ന് ഞാൻ പറയാറുണ്ട്. കായ അകം പഴുത്തു കഴിഞ്ഞാൽ പുറമേ നിറവ്യത്യാസം ഉണ്ടാകും. തൊട്ടാലറിയാം. സ്മെല്ലുണ്ട്, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അകത്ത് രൂപാന്തരം ഉള്ളവനെ പുറത്തും കണ്ടാലറിയാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നീ അവൻ്റെ കൂടെ ഉള്ളതല്ലയോ? പ്രാകാനും ആണയിടാനും തുടങ്ങി. ഞാൻ അറിയത്തു പോലുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ മർക്കോസിന്റെ മാളിക മുറിയിലോട്ട് കയറിയിരുന്നു ആ വാഗ്ദത്തത്തിന് വേണ്ടി. ഉയരത്തിലെ ശക്തി തീ പോലെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആളങ്ങ് മാറി. പുറത്തുനിന്ന് ഒരു കൂട്ടർ ചാടി കയറി വന്ന്, നീ ഇന്നലെ ചോദിച്ചവര് നീ അവൻ്റെ കൂടെ അല്ലയോ എന്ന് ചോദിച്ചു. ഇപ്പം അടുത്ത കൂട്ടർ വന്നിട്ട് വീഞ്ഞു കുടിച്ചിട്ടിരിക്കുമല്ലയോ? എന്തെങ്കിലുമൊക്കെ പറയണം. ഒന്നും അറിയാൻ വയ്യാത്തതല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കും. പിശാചിന്റെ ജോലിയാണ് രാപ്പകൽ അപവാദം പറയുന്ന അപവാദി. കാരണം അവർക്കൊന്നും ചെയ്യാനും വയ്യ, ചെയ്യുന്നവരെ കൊണ്ടൊന്നും. അങ്ങനെ കുറെ കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. ഗ്ലോറി. സ്വതന്ത്രം. അവരൊരു വകയും തമ്പുരാന് വേണ്ടി ചെയ്യത്തില്ല, ആത്മാക്കളെ നേടത്തില്ല, ഒന്നും വയ്യ. സ്വതന്ത്രം. ചർച്ചിലൊക്കെ വരും, ശവക്കോട്ടയ്ക്ക് ഈജിപ്തിലെ പിരമിഡ് പോലെ വന്ന് ഇരുന്നിട്ട് പോകും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ആരെങ്കിലും ആരാധിക്കുന്ന കാണുമ്പോൾ ഒറ്റ നോട്ടം. കമ്മിറ്റി കൂടണം ഇവരുടെ ഉക്രൈഡിൽ കേൾക്കണമെങ്കിൽ. സ്തോത്രം. രാവിലെ വിരിഞ്ഞ് വൈകിട്ട് വാടിപ്പോകുന്ന പൂ പോലെയുള്ള ഈ ആയുസിൽ പ്രിയമുള്ളവരെ, പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്തോണം. അനേകര് കറ്റക്കൂമ്പാരമായിട്ട് നിൽക്കുമ്പോൾ ഒരു കതിർമണിയുമായിട്ടെങ്കിലും എനിക്ക് പോകണമെന്ന് ഭർത്താവ് കൂടെ വരത്തില്ല. സ്തോത്രം. കല്ലറ കൊണ്ടുവിട്ടിട്ട് വിളിഞ്ഞു പോരും. ഭാര്യ കൂടെ വരത്തില്ല. ജന്മം കൊടുത്ത മക്കൾ വരത്തില്ല. നൊന്ത് പ്രസവിച്ച അമ്മയും ജന്മം തന്ന അപ്പനും വരത്തില്ല. അല്ലേ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കാൻ ഞാനും നിങ്ങളും സ്വർഗീയ കോടതിയുടെ മുമ്പാകെ, ദൈവിക ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അന്ന് നിന്റെ കരം